ഗവൺമെൻറ് ആശുപത്രി ഇപ്പോൾ ഉള്ള ലെവല് അതിൽ സാറ്റിസ്ഫൈഡ് ആണോ, അതോ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞോ? ഇഫ് വി ഫേസ് എ പ്രോബ്ലം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യനും കാണത്തില്ല. ഇനി വരാൻ പോകുന്ന തലമുറ എത്രമാത്രം അവരുടെ കോൺട്രിബ്യൂഷൻ വേണ്ട വരും? സോ എങ്ങനെ നമുക്ക് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ? ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ ഇസ് എ ഗുഡ് ചോയ്സ്. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നല്ലതാണ്, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രൊഫഷൻ എടുത്തിരുന്നെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ബട്ട് ഇഫ് യുവർ കോൺസെപ്റ്റ് ഇസ് ടു മേക്ക് മണി, then it is going to be difficult. ഡോക്ടർ പല ജേർണീസിനെ കുറിച്ചും പറഞ്ഞു. എങ്ങനെ നമുക്കൊരു ഡോക്ടറെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ആ ഡോക്ടർ നമ്മുടെ ലൈഫിൽ നല്ല കാര്യമാണോ ചെയ്യാൻ പറ്റുക, അതോ അവർ ടെസ്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം പറഞ്ഞു. ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഡോക്ടറിന് കേരളത്തിൻ്റെ ഹെൽത്ത് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്ററോ ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് ഡോക്ടറിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം? ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് നമ്മളുടെ ഹെൽത്ത് സെക്ടർ ഈസ് ഓൾറെഡി ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. നമ്മളത് വളരെ ഏർലി തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻ ടു പെരിഫറൽ കമ്മ്യൂണിറ്റി, CHCs, സബ് ഡിസ്ട്രിക്ട്, ഡിസ്ട്രിക്ട് ആൻഡ് ടെറിഷറി, ആൻഡ് വി ഹാവ് ഇറ്റ് ഓൾസോ ഇൻ പ്ലേസ്. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ഐ ഫീൽ, ബിക്കോസ് ഞാൻ ആദ്യം എൻ്റെ മെഡിക്കൽ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആദ്യം വർക്ക് ചെയ്തത്. ഗ്രേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, പക്ഷേ അത് കഴിഞ്ഞ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. വി ഡോണ്ട് ഹാവ് ദ ലേറ്റസ്റ്റ് ഇന്നോവേഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഗവൺമെന്റിന് താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ മാറി മാറി വരുന്ന ഓരോ ഗവൺമെന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ഗവൺമെന്റ് എന്നല്ല, മാറി മാറി വരുന്ന ഓരോ ഗവൺമെന്റിനും ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സംഭവം വെക്കുന്നുണ്ട്, ഇന്ന ആളുടെ ഫണ്ടിൽ നിന്ന് ഇന്ന ആളുടെ കാര്യങ്ങളാൽ കഴിവിനാൽ ഈ ഒരു സ്ഥാപനം തുടങ്ങി എന്നും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റ് സ്റ്റാർട്ടായതിനു ശേഷം പിന്നെയുള്ള മെയിൻ്റനൻസ്, പിന്നെ അതിലോട്ടുള്ള സപ്ലൈ, മെഡിസിൻ്റെ സപ്ലൈ, ഇതെല്ലാം വളരെ കൺസേൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർജറി ചെയ്യാനോ ഡോക്ടർ കൺസൾട്ടേഷൻ കൊടുക്കാൻ ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുക, മെഡിസിൻ ഗവൺമെൻറ് ഫാർമസീസിൽ അവൈലബിൾ അല്ലാതിരിക്കുക. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് പ്രൈവറ്റിൽ പോകുക എന്നുള്ള കാര്യം. സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു മാസം വാറൻ്റെയൊക്കെ ശമ്പളം എന്ന് പറയുന്നത് ഒരു 20,000 22,000 ആയിരിക്കും. സ്വന്തം വീടില്ലെങ്കിൽ വാടകയും കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രി ഇപ്പോൾ ഉള്ള ലെവല് അതിൽ സാറ്റിസ്ഫൈഡ് ആണോ, അതോ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് ലെവലിലോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 4 വർഷമായിട്ടുള്ളൂ ഇപ്പോൾ ദുബായ്. അതിന് മുന്നേ 4 വർഷം നാട്ടിലായിരുന്നു. ഞാൻ പ്രൈവറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പുഷ്പഗിരിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 2.5 to 3 years. അതിന് മുന്നേ ആലപ്പുഴ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പഠിച്ച് യു ആർ ഗെറ്റിംഗ് എ കരിയർ ഔട്ട് ഓഫ് യുവർ സ്റ്റഡീസ് അല്ലേ. അത് കഴിയുമ്പോൾ നമ്മൾ ഏതൊരു ഹ്യൂമൻ ബീങ് ആഗ്രഹിക്കുന്ന വെച്ചാൽ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. അത് ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ട, നല്ല സാലറി വേണം, റൈറ്റ്? നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റി വേണം. ഇഫ് യു ആർ ഹാവിങ് എ ഫാമിലി, ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി വേണം, ഗവൺമെൻറ് സപ്പോർട്ട് വേണം, പ്രൊട്ടക്ഷൻ വേണം. ഈ ഗവൺമെൻറ് സപ്പോർട്ട് കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടന്നു എന്ന് വെച്ചോ, അത് ഗവൺമെൻറ്റിലാണെങ്കിലും പ്രൈവറ്റ് ആണ്, നമുക്ക് സ്ട്രോങ് പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, നമുക്ക് സ്ട്രോങ് ഗവൺമെൻറ് സെക്ടറും ഉള്ള ഒരു കൺട്രിയാണ്. ഇഫ് വി ഫേസ് എ പ്രോബ്ലം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു മനുഷ്യനും കാണത്തില്ല. അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആക്കി പറയാമോ? ഞാൻ ചില സമയത്തൊക്കെ നമ്മൾ രാത്രി നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റ് ആകുമ്പോൾ രാത്രി ലേബർ റൂം നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ ലേബർ റൂമിൻ്റെ ചില്ല് കാണത്തില്ല. എന്തെങ്കിലും ഒരു പ്രോബ്ലം കാരണം അത് നാട്ടുകാർ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാവും.
എത്രയോ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് റിലേറ്റഡ് ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് ഈ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ആ പ്രോബ്ലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിനൊരു പ്രോപ്പർ ചാനൽ ഉണ്ടാക്കുക. അപ്പോഴേ മീഡിയ വരുന്നു, ഒരു ബയസ്ഡ് സ്റ്റോറി പ്രൊമോട്ട് ചെയ്യുക, അപ്പോഴേ ജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതിന് മുന്നേ ആ സ്റ്റോറി സ്റ്റഡി ചെയ്യുക. ഞാൻ ഒരിക്കലും പറയത്തില്ല ഡോക്ടറിൻ്റെ as a doctor, I would not say that doctor was 100% correct. No, sometimes we do make mistakes. We are human beings at the end of the day. But investigate before allowing people to publish എനിക്ക് it on തോന്നുന്നു the media. ഇൻഫർമേഷൻ പുറത്ത് പോകുന്നതിന് മുന്നേ ഗവൺമെന്റിന്റെ കയ്യിൽ കുറച്ച് ടൈം ഉണ്ടാകണം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അങ്ങനെ വെക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഗവൺമെന്റിന് പോലും അത്രയും പ്രോപ്പറായിട്ട് ജനങ്ങളെ നോക്കാൻ പറ്റാത്ത വരുന്ന ഒരവസ്ഥ കാരണമാണ് പല മീഡിയകളും ഇൻവോൾവ് ആയി വന്നിട്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അത് നമ്മളുടെ പ്രോബ്ലം അല്ലല്ലോ. നമ്മൾ ജനങ്ങളായിട്ട് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നില്ലേ? റൈറ്റ്. നമ്മൾ ഞാൻ നാട്ടിൽ പഠിച്ചു. ഐ ഹവ് ഡൺ മൈ MBBS ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം കേരള ആൻഡ് കർണാടക. ഐ ഡിഡ് മൈ സ്പെഷ്യാലിറ്റി ഓൾസോ. ഐ ഹവ് ഡൺ ഫീമെയിൽ എസ്തെറ്റിക്സ് ഫ്രം ഇംഫാൽ. സോ ഞാൻ നാട്ടിൽ കംപ്ലീറ്റ്ലി എൻ്റെ എഡ്യൂക്കേഷൻ നാട്ടിൽ കംപ്ലീറ്റ് ചെയ്ത പേഴ്സൺ, ബിക്കോസ് ഐ ബിലീവ് ഇൻ ദി ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഐ തിങ്ക് വളരെയധികം ആൾക്കാർ നീറ്റ് എഴുതാൻ വേണ്ടിയും അവിടെ തന്നെ പഠിക്കാൻ വേണ്ടിയും പോകുന്ന വളരെയധികം ആൾക്കാർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം when it comes to medicine is really good. ഇപ്പം വരുന്ന കാലഘട്ടം, because we have so many medical colleges coming, I think that should also stop, because see the credibility of the medical college where you're studying also is അതിന് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് തന്നെ അവരുടെ മേൽനോട്ടത്തിൽ മാത്രമായിട്ട് കോളേജസ് കൊണ്ടുവന്നിട്ട് അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എല്ലാം വെച്ചിട്ടുള്ള ഡോക്ടേഴ്സിനെ നാട്ടിലോട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അൺബയസ്ഡ് സിസ്റ്റം ആയിരിക്കണം. when it's coming to health, it should always be a very unbiased and strict system. അവിടെ കറപ്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹെൽത്ത് ആണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ മക്കളെയോ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്ടേഴ്സ് ഇറങ്ങുന്ന കോളേജും കൂടാണിത്. സോ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പം ഞാൻ ആദ്യം കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ റെഗുലർലി പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. സോ നമുക്ക് ഓരോ ബാച്ചും പോകുമ്പോൾ അറിയാം ഈ ബാച്ച് ഈസ് ഗെറ്റിംഗ് worse than the previous batch. So studies should be made important. Surgical skills should be given to the kids. They should be equally monitored by their senior professors. So അങ്ങനെ ഒരു അൺബയസ്ഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്ത് കെയർ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇൻ വെരി ഷോർട്ട് ടൈം യുവർ AI and ChatGPT will take over a complete healthcare. There will not be sympathy and empathy left in healthcare anymore. So that is something that you should be very careful, because it is at the end of the day your livelihood is being questioned by the general public. So if you are not careful of how you're treating people or how you're giving your treatment, then I think very soon people will question you. And people are always there to question you. So I think you should be very careful. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തായാലും ഒരു ജനങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യനിങ് ഏതൊരു പ്രൊഫഷണലാണെങ്കിലും കിട്ടും. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പോലെയുള്ളവരും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അത് നല്ലതാണ്. എന്നാൽ അത് ചൂഷണം ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. ഒരു കാര്യം കൂടെ എനിക്ക് അറിയാനുള്ളതെന്ന് വെച്ചാൽ നീറ്റ് എഴുതുന്ന വളരെയധികം കുട്ടികളുണ്ട്. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് അവർ എക്സാം എഴുതുന്നു. ചില ആൾക്കാർ തോക്കുന്നു, അടുത്ത അറ്റംപ്റ്റിൽ പോകുന്നുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് ഡോക്ടർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കുക? അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ അവരുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, സോ ദാറ്റ് അത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഇന്ത്യയുടെ ഒരു കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തലമുറ എത്രമാത്രം അവരുടെ കോൺട്രിബ്യൂഷൻ വേണ്ട വരും. സോ എങ്ങനെ നമുക്ക് അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ? ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ ഇസ് എ ഗുഡ് ചോയ്സ്. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നല്ലതാണ്, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രൊഫഷൻ എടുത്തിരുന്നെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ബട്ട് ഇഫ് യുവർ കോൺസെപ്റ്റ് ഇസ് ടു മേക്ക് മണി, then it is going to be difficult, because people are not foolish or stupid anymore. They will question you. So നിങ്ങൾ പറയുന്നത് 100% അവർ അംഗീകരിക്കണമെന്നില്ല. ഇനി വരാൻ പോകുന്ന ജനറേഷൻ, ആസ് യു സെഡ്, ഇതിപ്പോൾ എല്ലാം ഓൺലൈനിലുണ്ട്. സോ ഒരു ഹാഫ് നോളജ് വരുന്ന ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അവിടെ പേഷ്യൻസ് വേണം, സംസാരിക്കാനുള്ള കഴിവ് വേണം, കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് വേണം.
നമുക്ക് നോളജ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അതെ. അപ്പോൾ ലൈഫ് ലോങ് പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി ഈ പ്രൊഫഷന് പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഇന്നിപ്പം ലാപ്രോസ്കോപ്പി കഴിഞ്ഞു ആക്ച്വലി, ഇറ്റ് ഈസ് yesteryear now we have robotics. അതായത് ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലുള്ള പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. യു ഹാവ് സോ മെനി ലൈവ് സർജറീസ് ഗോയിങ് ഓൺ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫ്യൂച്ചർ ഇസ് മോർ അഡ്വാൻസ്. സോ നമ്മൾ കോൺസ്റ്റൻ്റ്ലി പഠിക്കാൻ നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ ഡോണ്ട് ടേക്ക് ദ സബ്ജക്ട്. ബട്ട് ഇഫ് യു ആർ റെഡി ടു റിഫ്രഷ് ആൻഡ് ലേൺ, കീപ് ലേണിംഗ് എവറി സിംഗിൾ ഡേ, good. Because at the end of the day, doctors' health problems will always be there, അല്ലേ? ഒരിക്കലും തീരെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം തൊട്ട് നമ്മളുടെ അല്ലാത്ത ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് വരെ ട്രീറ്റ്മെന്റ് വേണ്ടതാണ്. അത് കംപ്ലീറ്റ്ലി AI ടേക്ക് ഓവർ ചെയ്യാൻ ഇറ്റ് ഈസ് ഐ തിങ്ക് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ഈസ് some human involvement should always be there. Otherwise it is dangerous, to be very frank. Imagine your AI is going into wrong hands. information feed ചെയ്താണല്ലോ. Anybody can manipulate your words. Anybody can manipulate the surgery. So see, it will always be hand in hand, AI with human beings. If you don't, ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറയും, if you watch TV constantly, your brain will stop functioning. You're continuously, I don't give my son a tab or a phone unless it is for school purpose. Because I have a lot of pediatricians who are friends. They say that കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇങ്ങനെ അതുപോലെ തന്നെ if you don't read, അല്ല, if you don't study, your brain at some point of time will not function the way you want to it to function. So be more proactive. Don't trust everything that is available on the internet. It might not be for you. And I feel that this is also an economical burden to that person. As we already discussed, I said, ഇപ്പം ഈ അവക്കാഡോയും ഇന്റർനെറ്റ് ബൂസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ദോശയും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് പെട്ടെന്ന് അവക്കാഡോ ടോസ്റ്റിലോട്ട് പോകുമ്പോൾ അത് നമുക്കൊരു എക്കണോമിക്കൽ സ്ട്രെയിൻ തന്നെയാണ്. 7 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ ഒരു എക്കണോമിക്കൽ സ്ട്രെയിൻ ആണ്. നമുക്ക് റെന്റ് പേ ചെയ്യണം, ഫുഡിന് പൈസ കൊടുക്കണം, വാട്ടർ, കമ്മോഡിറ്റീസ്, സ്കൂൾ ഫീസ് എക്സെട്രാ. ഇതെല്ലാം നിൽക്കുമ്പോൾ നമുക്ക് ഒന്നിനെ കുറിച്ചും അറിയാൻ പാടില്ല. ഒരാൾ പറഞ്ഞൊരു റുട്ടീനിലോട്ട് നമ്മൾ പെട്ടെന്ന് പോയി നമ്മുടെ ബഡ്ജറ്റിങ്ങിനെ തന്നെ താളം തെറ്റി അവസാനം ഇതൊരു ദോഷകരമായിട്ടുള്ള ഒരു സംഭവമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് വേറെ. അതിന് ഇപ്പൊ പുതിയ ടേം എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ ആണ്. അഗ്രീഡ്. സെൽഫ് കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ സെൽഫ് കെയർ, നമ്മളുടെ മെന്റൽ ഹെൽത്ത്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്ത് പോകാം, വിത്തൗട്ട് ആങ്സൈറ്റി, വിത്തൗട്ട് ഡിപ്രഷൻ, ഓൾ ദിസ്. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സെൽഫ് കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് എസ് ഫ്യൂച്ചർ ഓൾസോ. നൗ ഐ ഫീൽ എവറിബഡി ഈസ് ലിവിങ് in the present, which is okay. Live your life the way you want to live, but I also feel that there should not be a regret. Future ലോട്ട് പോകുമ്പോ അന്ന് ചെയ്ത ഒരു കാര്യം ഇന്ന് എന്നെ എഫക്ട് ചെയ്യുന്നു. ഇപ്പൊ ഞാനൊരു മില്ലേനിയലാണ്, ഒരുപാട് സെഗ്മെന്റ്സ് ഉള്ളത്, ജെൻസി, എക്സ് ഫാക്ടർ, ഓൾ ദാറ്റ്. സോ ഞാനൊരു മില്ലേനിയലാണ്. ആൻഡ് വാട്ട് ഐ ഹവ് സീൻ ബോത്ത് ദ സൈഡ്സ്. ഐ ആം സീയിങ് മൈ ചൈൽഡ് ഓൾസോ, ഐ ഹവ് സീൻ മൈ പേരൻസ് ഓൾസോ. എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ പേരൻസ് സെറ്റിൽഡ് ആയിരുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ സെറ്റിൽ ആവാൻ ഇനി എനിക്ക് സമയമെടുക്കും. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, നമ്മളുടെ എക്സ്പെൻഡിച്ചർ മാറി, നമ്മൾ കൂടുതലും ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഇതൊരു എക്കണോമിക്കൽ സ്ട്രെയിൻ ആയി മാറും. നമ്മുടെ പ്രയോറിറ്റീസ് മാറിപ്പോകുന്നുണ്ട് കുറേയൊക്കെ. പണ്ട് നമ്മളുടെ നല്ലൊരു ലൈഫ്, നല്ലൊരു വീട്, അത് മാറി. ഇപ്പൊ ട്രാവൽ ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. Which is good, as I said, which is really good. എല്ലാം ജീവിതത്തിൽ വേണം, എല്ലാത്തിനും പക്ഷെ ഒരു ബാലൻസ് ഉണ്ടാവും. ബാലൻസ് ചെയ്യാതെ ആരെങ്കിലും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നന്നായെന്നും പറഞ്ഞ് അതിന്റെ ഇൻഫ്ലുവൻസിൽ പിന്നെ ഒരു ദിശയുമില്ലാതെ പിന്നെ പോകുമ്പോഴാണ് ഇവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം. ഈ നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പേരൻസിന് അവരുടെ സപ്പോർട്ടും കൂടെ പിള്ളേർക്ക് നല്ല രീതിയിൽ വേണം. ഈ സോഷ്യൽ സ്റ്റാൻഡേർഡ് പ്രകാരം അവരുടെ സ്റ്റാറ്റസ് പ്രകാരം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജയിക്കണം എന്ന് പ്രഷർ ചെയ്യുന്ന പേരൻസും ഉണ്ടാകും. അങ്ങനത്തെ ഒരു പ്രഷറാണോ ശരിക്കും പേരൻസ് കൊടുക്കേണ്ടത്? അതോ ഒരു സപ്പോർട്ടീവ് പേരൻസ് ആയിട്ട് നിന്നുകൊണ്ട് അവർക്ക് മേ ബി ലൈക്ക് 2 years എടുത്താലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുന്നത് പഠിക്കുന്നത് ഭംഗിയായിട്ട് പഠിച്ച് കയറുക
എന്നുള്ളതും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ കോഴ്സ് ചെയ്യുമ്പോഴാണ് MBBS ചെയ്യുവാണെങ്കിലും അതിലും നമുക്ക് പേരൻസിൻ്റെ പ്രഷർ ഉണ്ടാകും പല കുട്ടികൾക്കും. ബാക്കിയുള്ളവർ ജയിച്ചു, നിൻ്റെ എക്സാമിൻ്റെ സ്കോറ് പോരാ. അപ്പം അവരോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി ആ ഒരു ട്രെൻഡ് മാറി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് പണ്ടത്തെ ആ ഒരു ഇപ്പോൾ പേരൻസ് കുറച്ചുകൂടെ, കാരണം അവർ സഫർ ചെയ്തത് അവരുടെ കുട്ടികൾ സഫർ ചെയ്തതെന്ന് ഒരു തോന്നുന്നുണ്ടാവില്ല. കാരണം ആ ഒരു ഏജ് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചുകൂടെ പേരൻസ് സപ്പോർട്ടീവായി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ഫൈൻഡ് ദാറ്റ് ചേഞ്ച്. ഇപ്പോൾ പണ്ടത്തെ പോലെ കുട്ടികൾ ഇങ്ങനെ പുഷ് ചെയ്ത് പഠിക്കുക ദേ മൈറ്റ് ബി പേരൻസ് സ്റ്റിൽ, ബട്ട് ഐ തിങ്ക് ദാറ്റ് ട്രെൻഡ് ഹാസ് ചേഞ്ച്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പേരൻസിനുള്ള സമയമുണ്ടോ എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് വർക്കിംഗ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. സോ അവർ ആ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം നമ്മളുടെ പേരൻസ് സ്പെൻഡ് ചെയ്യുന്ന അത്രയും ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ ഡൗട്ട്ഫുൾ ആണ്. സോ ആ പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റിയും കുറയുന്നു. പിന്നെ ഇത് കുറേയൊക്കെ കുട്ടികൾ സെൽഫ് റിയലൈസ് ചെയ്തിട്ട് പോകുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ മെഡിസിൻ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും. അല്ലാതെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് പോകുന്ന ഒരു ഫീൽഡ് അല്ല മെഡിസിൻ. ബിക്കോസ് ലോങ് റണ്ണിൽ നമ്മൾ ചിലപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കത്തില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഹൈലി പ്രഷറൈസ്ഡ് സിറ്റുവേഷൻ വെൻ യു ആർ ഇൻ എ മെഡിക്കൽ കോളേജ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണുന്ന പേഷ്യൻസ്, അവരുടെ നമ്മളോട്ടുള്ള അപ്രോച്ച്, നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ഹെഡ് ടു ടോ പഠിക്കണ്ടേ? ഓഫ് കോഴ്സ്. അപ്പം നമ്മൾ ഓരോ വർഷം പല സബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി കാണാതെ ഈ സബ്ജക്റ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരു ബേർഡനായിട്ട് തോന്നുക. ബട്ട് ഇഫ് യു ഓൾറെഡി ഹാവ് ദ ഐഡിയ this is a beautiful subject. I mean ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനും എൻ്റെ സിസ്റ്ററും, we are two sisters, both of us are doctors, our husbands are also doctors. I don't think out of four of us anybody has gone into this field because of social status. എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയും ഇതിന് പോകണ്ട എന്ന് എൻ്റെ അച്ഛൻ പറയുള്ളൂ. സോ ഐ തിങ്ക് എല്ലാ ഡോക്ടറും ആ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ദേ വുഡ് ഹാവ് ദാറ്റ് സ്മോൾ ഫാക്ടർ ഓഫ്, എല്ലാവരും എന്ന് ഞാൻ പറയില്ല, അറ്റ്ലീസ്റ്റ് ഒരു majority would want to serve the community. ആ ഒരു തോട്ട് ഉണ്ടെങ്കിൽ ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു ഡു ഗുഡ്. ആൻഡ് ഈ പറഞ്ഞ പോലെ സസ്റ്റെയിൻ ചെയ്ത് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ അഡ്വാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ, പഠിക്കാനുള്ള ഒരു ഹൃദയം എപ്പോഴും വായിച്ചുകൊണ്ടേ ഇരിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൊളീഗ് പ്രോബബ്ലി ഒരു സർജിക്കൽ സ്കില്ലിൽ എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ മേ ബി ദാറ്റ് ഇസ് നോട്ട് യുവർ ഫോർട്ടേ. ബട്ട് focus on what you are good at. Because as a surgeon, I think precision matters. So practice more. ആ ഒരു തോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലോട്ട് പോകാവൂ. ആൻഡ് ഐ തിങ്ക് വിത്ത് ഈ AI ആണെങ്കിലും യുവർ ഇന്റർനെറ്റ് ഇസ് ഗുഡ്, റൈറ്റ്? ബട്ട് യൂസ് ഇറ്റ് ഫോർ ദ ഗുഡ്. So use it into maximum where it is helping you. And not confusing you. അപ്പോൾ തന്നെ ഐ തിങ്ക് കൺഫ്യൂഷനിലോട്ട് ഒരിക്കലും പോകരുത്. കൺഫ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു കാര്യമല്ല. നമുക്ക് ഇൻഫർമേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, നമ്മളെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആക്കണം. അല്ലാത്തടത്തോളം കാലം നമുക്ക് അതൊരു പ്രോബ്ലം തന്നെയാണ്. ഇനി ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ അറിയാനുള്ളത്, ഡോക്ടർ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഡോക്ടർ തന്നെയാണല്ലോ. അപ്പോൾ ഒരു ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? അതോ വേറെ പ്രൊഫഷനിലുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചാലും അത് കുഴപ്പമാണോ, അതോ നല്ലതാണോ, അതോ ഡോക്ടറെ കിട്ടുന്നത് തന്നെയാണോ നല്ലത്? കാര്യം എന്താ ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കല്യാണ കാര്യങ്ങൾ പലരും ഡിസ്കസ് ചെയ്യുമ്പോൾ മിക്ക ഡോക്ടേഴ്സും കല്യാണം കഴിച്ചിരിക്കുന്ന ഡോക്ടേഴ്സിനെ തന്നെയാണ്. അവർ വേറെ ഏതെങ്കിലും പ്രൊഫഷനിൽ നിന്നുള്ള ആൾക്കാർ പ്രപ്പോസൽ വന്നാലും അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. കാര്യം മിക്കവരും ഡോക്ടർ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഒരു MBA ഗ്രാജുവേറ്റ് ആണെങ്കിലും ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഒരു ഡോക്ടറെ തന്നെ കെട്ടാൻ പാടുള്ളൂ അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതോ പേരൻസിൻ്റെ പ്രഷറാണോ ഡോക്ടറെ കെട്ടിയാൽ മതി, നിങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ പോകാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി, സോ ദാറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഡോക്ടറെ പ്രപ്പോസ് ചെയ്യാതെ വേറെ പ്രൊഫഷനിലുള്ള ആൾക്കാരെ പ്രപ്പോസ് ചെയ്ത് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും, ഒരു ഡോക്ടർ തന്നെ വേണോ, അതോ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണോ നിർബന്ധം, ഡോക്ടർ തന്നെ ആകണം നിർബന്ധമില്ല. ഇനി അതല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വേറെ ടോപ്പിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ഫുള്ള് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട്, കാര്യം അവിടെ ചെയ്ത കാര്യങ്ങൾ ഓക്കെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ ഇന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പം എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിനകത്ത്?
ആക്ച്വലി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒപ്പീനിയനാണ്. അത് മാൻഡേറ്ററി അല്ല, അതൊരു മാൻഡേറ്ററി ഫാക്ടർ അല്ല ഒരു ഡോക്ടറിനെ. പിന്നെ എന്തുകൊണ്ട് ഡോക്ടേഴ്സ് ചൂസ് ചെയ്യുന്നു വേറൊരു ഡോക്ടറെ തന്നെ കളയുന്നു വെച്ചാൽ കുറേയൊക്കെ നമ്മളുടെ സ്കെഡ്യൂൾ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ടു ബി വെരി ഫ്രാങ്ക്, മാരേജ് മാർക്കറ്റിൽ ഒട്ടും ഡിമാൻഡ് ഇല്ലാത്ത, അതായത് ആർക്കും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കല്യാണം കഴിക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ബിക്കോസ് അത്രയും ഡെഡിക്കേഷൻ വേണം വർക്കിന്. രണ്ടാമത്തെ കാര്യം നൈറ്റ് ഡ്യൂട്ടീസ് ഉള്ളൊരു ഫീൽഡാണ്. അൺലെസ് യു ആർ ചേഞ്ചിങ് യുവർ ഷിഫ്റ്റ് ആൻഡ് ഗോയിങ് ഇൻ ടു ലാപ്രോസ്കോപ്പി, ഐ മീൻ ചേഞ്ചിങ് യുവർ ഫീൽഡ് ആൻഡ് ഗോയിങ് ഇൻ ടു ലാപ്രോസ്കോപ്പി ഓർ എസ്തെറ്റിക്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതർവൈസ് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഷിഫ്റ്റ്സ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഡെഫിനറ്റ്ലി വേറൊരു ഡോക്ടറിനെ മനസ്സിലാക്കും. പക്ഷേ ഇതൊരു ഇൻഡിവിജ്വലിൻ്റെ കാര്യമല്ലേ. ആ പെർട്ടിക്കുലർ ഇപ്പോൾ അതൊരു എഞ്ചിനീയർ ആണെങ്കിലും വൈഫിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വൈസ് വേഴ്സ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് റോങ് ഇൻ മാരിയിങ് എ പേഴ്സൺ ഫ്രം അനദർ? ഇറ്റ്സ് ഓൾ അബൌട്ട്, അത് ഏത് ഫീൽഡ് ആണെങ്കിലും ഇറ്റ്സ് അബൌട്ട് ടു ഇൻഡിവിജ്വൽസ്. വൈ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒരു ഡോക്ടർ വേറൊരു ഡോക്ടറിനെ ചൂസ് ചെയ്യാൻ കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. ബട്ട് ഐ ഫീൽ ദാറ്റ് രണ്ടുപേരും ഈക്വലി ബിസി ആണെങ്കിൽ, ആൻഡ് ഇഫ് യു ചൂസ് ടു ഹാവ് എ ചൈൽഡ്, മേ ബി ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്. You will need a good support system. And not everybody is that lucky to have a good support system, that is your extended family. പക്ഷേ അതേ സമയം if that ഒരു രണ്ട് individual is supporting each other, well and good. You don't have to even choose a person from the same profession. Not at all. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഒരു ഹ്യൂമൻ ബീയിങ്, അണ്ടർസ്റ്റാൻഡിങ് ഹാർട്ടായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഡോക്ടർ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ പ്രപ്പോസ് ചെയ്യാൻ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഹാർട്ട് ഉണ്ടാവണം, അവരുടെ സ്കെഡ്യൂൾ മനസ്സിലാക്കാൻ പറ്റണം. കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ എത്രമാത്രം അവരെ സപ്പോർട്ട് ചെയ്യണം, അവരുടെ വർക്ക് ഷിഫ്റ്റിലും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലും. ഇതെല്ലാം അറിഞ്ഞ് നിങ്ങൾ അവരുമായിട്ട് പരിചയപ്പെട്ട് ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ നിങ്ങളുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡോക്ടർ, നല്ലൊരു സമയമായിരുന്നു ഡോക്ടറുമായിട്ട്. നമുക്ക് കുറേ ഇൻഫർമേഷൻ ഡോക്ടറിൽ നിന്ന് കിട്ടി. നിങ്ങളിത് ചിന്തിക്കട്ടെ, നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ട് എല്ലാ പോഡ്കാസ്റ്റും കണ്ട പോലെ ആകാതെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്യണം, അത് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യരുത്. നമ്മളെ അത് ഓരോ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അല്ലാതെ ഓരോ ഗുരുക്കളും ഓരോ ടിക്ടോക്ക് പ്രൊഫഷണൽസും പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ ലൈഫിൽ ഓരോ പ്രൊഡക്ട്സും ഓരോ ട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നിങ്ങൾ ശ്രമിക്കണം. ഡോക്ടർ സൗമ്യനെ പോലെയുള്ള വളരെയധികം നല്ല നല്ല ഡോക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കൺസൾട്ട് ചെയ്യാനായിട്ട്. സോ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർ ഉള്ള മരുന്നെല്ലാം എഴുതി തരും എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ മാറ്റി വെച്ചിട്ട് ഡോക്ടറെ പോയി കാണുക, സംസാരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ ഡോക്ടർ പറയുന്ന ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് വേറൊരു ഡോക്ടറുമായിട്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി തേർഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ അത് കൊടുത്തു. കാരണം നാട്ടിലിപ്പോൾ പലരും തേർഡ് ഒപ്പീനിയൻ വരെ, അതെ, കാരണം ഡോക്ടേഴ്സ് മാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ യുവർ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് വിൽ ഓൾസോ ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയനിൽ നിർത്തുന്നതാണ് ഡോക്ടറിൻ്റെ അഭിപ്രായം. അതിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കുക. ഡോക്ടർ അതിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഇനിയും ഡോക്ടറുമായിട്ട് നമുക്ക് പോഡ്കാസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു ഡോക്ടർ ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.